സാർ, ഈ യുവാക്കളെ പോലെ തന്നെ മുതിർന്നവരും അത്യാധുനിക ജീവിത സാഹചര്യങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത്തരം ചതിക്കുഴികളിൽ വീണ് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരെ മനഃപൂർവ്വം അതിൽ കുടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മളൊരു ട്രാക്കിൽ പെടുകയാണ് ഇത് ശരിക്കും. കാരണം ശരിക്കും ഒരു അത്യാവശ്യത്തിന് ഇപ്പം വീട്ടിൽ ഇപ്പോൾ പുറത്ത് പഠിക്കാൻ പോയ കുട്ടി ആ വീട്ടിൽ ചോദിക്കാതെ കുറച്ച് പൈസ ചിലപ്പോൾ ഒരു അത്യാവശ്യം വന്നതായിരിക്കാം, കൂട്ടുകാർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എമർജൻസി ആയിട്ട് ഒരാൾ ആരെങ്കിലും പറയുന്നു ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ചിലപ്പോൾ വാട്സപ്പിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ, നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ AI ആണ്, പലരും ChatGPTയും അതുപോലെ ജെമിനിയും അതുപോലെ എല്ലാം നമ്മളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ ലോണിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ ആഡ് വരുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ വേണമെന്ന് ചോദ്യങ്ങൾ വരും, ഇങ്ങോട്ട് നമ്മളോട് തന്നെ വരും. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ ചിലപ്പം ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ സംസാരിക്കുമ്പോഴോ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് നമുക്കൊരു ലോണിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു ആഡ് കാണുകയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ലോൺ വേണോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യൂരിയോസിറ്റി, നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണെങ്കിൽ ഒരു പരസ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കും. ഇപ്പം മുടിയില്ലാത്തവരോട് പറയാം നിങ്ങൾക്ക് മുടി വളരുമെന്ന് പറഞ്ഞാൽ ഒരു പരസ്യം കണ്ടാൽ ചാടി വീഴും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഒരു ലോൺ ആപ്പിൻ്റെ ഒരു പരസ്യം വരുന്നു, അത് കാണുന്നു, അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിരന്തരം ഇത്തരം മറ്റ് ഇതിൻ്റെ സിമിലർ ആപ്പുകൾ വരും. അപ്പോൾ ഒരെണ്ണത്തിൽ എന്നാൽ ശരി എന്നാൽ പെട്ടെന്ന് പൈസ കിട്ടും, വേറെ ഒന്നും വേണ്ട, അവർ പറയുന്നു ഉടനെ കൊടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നു 5000 എടുക്കുന്നു, 5000 ഒരു മാസം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് 10000 എടുക്കേണ്ടി വരും. മൂന്നാമത്തെ ആഴ്ച ആകുമ്പോൾ 20000 എടുക്കേണ്ടി വരും റീപേ ചെയ്യാൻ. 4ാമത്തെ ആഴ്ച 40000 ആകും. അപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് ഒരു 1 ലക്ഷം വരെ എത്തും. 5ാമത്തെ മാസം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു 1 lakhൻ്റെ മുകളിൽ 1,60,000 അങ്ങനെ ലെവലിലേക്ക് വരും. ഒരു 2 മാസം ഇയാൾ ഇങ്ങനെ തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് മുകളിലാവും. അപ്പോൾ ഒരു വരുമാനവും 5000 ഇല്ലാത്ത ആളാണ് ഈ ലോൺ എടുക്കാൻ പോയെന്ന് ആലോചിക്കണം. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരിക്കലും 2 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ ചെയ്യുന്നത് ഇതേ കമ്പനികൾ മാറി വേറെ കമ്പനിയുടെ ഓഫർ വരും. അപ്പം പലരും മറ്റ് കമ്പനികളിലേക്ക് മാറും. കാരണം ഇവരറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു കമ്പനിയുടെ ലോൺ ആപ്പ് എടുക്കും. മിക്കവാറും ഇത് ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടീമായിരിക്കും ചെയ്യുന്നത്. അവർ തന്നെ അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനി നോക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാപ്പിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൈസ കൊടുക്കാൻ മാർഗ്ഗമില്ലാതെ വരുന്നു. പിന്നെ അത് മാത്രമല്ല അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, ഈ ഭീഷണി നേരത്തെ പറഞ്ഞത് ഭയങ്കര ഭീഷണിയാണിത്. കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾക്കെല്ലാം ഒരു മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടാവും. ഇൻസ്റ്റ ഉണ്ടാവും, എക്സ് ഉണ്ടാവും, FB ഉണ്ടാവും, അങ്ങനെ യൂട്യൂബൊക്കെ നോക്കുക. അപ്പം ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെല്ലാം ഇവരെ മോശപ്പെട്ട് മെസ്സേജ് അയക്കുക, ഇവർ ബോഡി ഷെയിം ചെയ്യുക, മോർഫ് ചെയ്തതോ അല്ലെങ്കിൽ AI വെച്ച് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോ അയക്കുക. അപ്പം വീട്ടമ്മമാരെയൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക, ഇവരുടെ വീഡിയോ എടുത്ത് പുറത്തുകൂടെ കൊടുക്കുക. കൂടുതൽ ഈ ചതിക്കുഴികളിൽ ഇങ്ങനെ വീണ് പോകുന്നത് വീട്ടമ്മമാരും കുട്ടികളും യുവാക്കളുമാണ് കൂടുതലും വരുന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആപ്പിലേക്ക് പെട്ടെന്ന് ചെന്ന് ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അവർ പലരും ചിലപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇത്തരത്തിൽ വീണ്ടുകൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഭീഷണികൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഇതിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരിക്കലും നമ്മൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞതിനകത്ത് പ്രധാന കാരണം പ്രധാനമായിട്ട് വായിക്കുന്നത് നമ്മൾ ഒരു ആപ്പ് സ്റ്റോറിൽ പോയി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ആപ്പ് എന്തൊക്കെയാണ് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെർമിഷൻ എടുക്കുന്നുണ്ടെന്ന് നോക്കണം. അപ്പം നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് നോക്കണം. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നിരന്തരം ഉപയോഗിക്കുന്ന ചില അതിൽ തന്നെ ഓരോ ആപ്പും ഏതൊക്കെ പെർമിഷനാണ് എടുക്കുന്നതെന്ന് നോക്കുക. അതിന് ആവശ്യമുള്ള പെർമിഷനുകളാണെങ്കിൽ കൂടി ഇപ്പം ഉദാഹരണത്തിന് ലൊക്കേഷൻ വേണ്ട പെർമിഷൻ, ഇപ്പം നമുക്കിപ്പോൾ ഒരു ഊബർ അല്ലെങ്കിൽ ഒലായുടെയോ ഒക്കെയുള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പെർമിഷൻ അവർക്ക് ലൊക്കേഷൻ വേണ്ടി വരും. അതേസമയം നമ്മളൊരു വെറുതെ ഒരു സാധാരണ നമുക്ക് മറ്റൊരു ഇതുമായിട്ട് ബന്ധമില്ലാത്ത യാത്രയായിട്ട് ബന്ധമില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മുടെ ലൊക്കേഷൻ ആവശ്യമില്ല, നമ്മുടെ കോൺടാക്റ്റ് ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള പെർമിഷനുകളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലോൺ ആപ്പുകൾ നമ്മുടെ കോൺടാക്റ്റും നമ്മുടെ ഗാലറിയും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ അനുവാദം ഇല്ലാതെ എടുക്കാനായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യുന്ന മാത്രമല്ല അവർ വിത്ത് പെർമിഷനിലായി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പെർമിഷനോടെ എടുക്കുന്ന സാധനം അവർ മിസ്യൂസ് ചെയ്യുകയാണ്. ഡാറ്റ മിസ്യൂസാണ്. നിയമപരമായിട്ട് അത് പറ്റത്തില്ല. കാരണം നമുക്ക് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമമുണ്ട്. നമ്മളുടെ ഡാറ്റ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാനോ ഏത് ആവശ്യത്തിന് പറഞ്ഞാൽ ആ ആവശ്യത്തിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവർക്ക് മിസ്യൂസ്, കാരണം ഇവർ പലപ്പോഴും ഇതെടുത്തിട്ട് തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയും ഇങ്ങനെ മറ്റ് ഫോട്ടോയിൽ ആൾക്കാർ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് നേരത്തെ ചോദിച്ചാൽ NBFC ആണോ, ബാങ്കാണോ, രജിസ്റ്റേർഡ് ആണോ, ഇതിനൊരു ഇന്ത്യയിലൊരു കമ്പനി ഉണ്ടോ, ഒരു ഓഫീസുണ്ടോ, ഒരു ഗ്രീവൻസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് പരിഹാരം നൽകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ,
ഇത്രയൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. പലപ്പോഴും ഈ OTPയും പേഴ്സണൽ കോൺടാക്റ്റും ഒക്കെ ഷെയർ ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് മെസ്സേജുകൾ വന്നാൽ പോലും നമ്മൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അത് മുതിർന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപൂർവ്വം നമ്മളങ്ങനെ ആ ഒരു ചതിക്കുഴിയിൽ വന്ന് പെട്ടുപോകുന്നതായിരിക്കും. അത് നമ്മൾ OTP ഷെയറിങ്, ഒപ്പം തന്നെ നമ്മൾ ഈ SMS റീഡിംഗ് പെർമിഷൻ ഇതൊരിക്കലും കൊടുക്കാൻ പാടില്ല. ഓട്ടോ റീഡിംഗ് പെർമിഷൻ എന്നൊരു സംവിധാനമുണ്ട്. പലപ്പോഴും നമ്മൾ എളുപ്പത്തിന് വേണ്ടി പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, അതായത് ഞങ്ങൾ ഈ കൂട്ടം നിങ്ങളുടെ മെസ്സേജ് ഓട്ടോ റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അത് നമുക്കൊരു ടെക്നിക്കലി അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്, പക്ഷേ അത് അപകടമാണ്. ഈ ആപ്പ് ഒരു ഫേക്ക് ആപ്പോ അല്ല നമ്മുടെ ഡേറ്റ മറ്റൊരു ഈ ഫോൺ, നമ്മളുടെ ഫോണിൻ്റെ ഒരു കോൺടാക്റ്റ് മറ്റൊരാളുടെ കിട്ടിയെന്ന് നോക്കുക. കോൺടാക്റ്റ് ഇൻ ദ സെൻസ് ഫോണ് ഇപ്പം എനിഡെസ്ക്, ടീം വ്യൂവർ പോലെയുള്ള ചില തേർഡ് പാർട്ടി ആപ്പുകളുണ്ട്. നമുക്ക് റിമോട്ടായിട്ട് മറ്റൊരാൾക്ക് നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ റീഡിംഗ് പെർമിഷൻ കൊടുത്താൽ നമ്മുടെ ഒരു OTP വെച്ചിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവർ നമ്മളറിയാതെ തന്നെ പൈസ പോകും. അപ്പോൾ ഒരിക്കലും ഓട്ടോ റീഡിംഗ് പെർമിഷന് ഈ SMS-കൾക്കും OTP-കൾക്കും കൊടുക്കാൻ പാടില്ല. OTP നമ്മൾ ഷെയർ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. ഈ സൈബർ തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ നമ്മൾ ഭീഷണിയെക്കുറിച്ചൊക്കെ തന്നെയും പറഞ്ഞു. ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുകയും സെക്ഷൽ ഹറാസ്മെൻറ്റിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ സാറ് സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഇത്തരം ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് വിശദമായി പറയും. ഇത് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കാരണം പഴയ കാലത്തല്ല, നമ്മൾ ഡിജിറ്റൽ ലിറ്ററസി കൂടുന്നുണ്ട്, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ കൂടുന്നതും ഡിജിറ്റൽ ലിറ്ററസി കൂടുന്നതനുസരിച്ചിട്ട് സൈബർ ക്രൈംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി വരികയാണ്. അപ്പോൾ സൈബർ ക്രൈംസ് കൂടുന്നുണ്ടെന്നുള്ളത് പഴയ കാലത്തേക്കാൾ കൂടുതൽ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ റിപ്പോർട്ടിംഗ് ഓപ്ഷനും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. കാരണം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭീഷണിക്ക് വഴങ്ങുമല്ല ചെയ്യേണ്ടത്. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഓൺലൈൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ cybercrime.gov.in എന്ന് പറയുന്ന ഒരു നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ തന്നെയുണ്ട്. NCRPയുടെ പോർട്ടലുണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രത്യേകമുണ്ട്. സൈബർ ക്രൈംസിന് പ്രത്യേക പോർട്ടലുണ്ട്. പിന്നെ 1930 എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറാണ്. അതിൽ വിളിച്ച് ഫിനാൻഷ്യൽ ഫ്രോഡുകൾ, അതായത് നമ്മുടെ പൈസ ഏതെങ്കിലും തരത്തിലേക്ക് തട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ അവേഴ്സിൽ വിതിൻ 1 hour മാക്സിമം 24 hours വിളിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഈ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് രണ്ടും ചെയ്യാം. ഒപ്പം തന്നെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് നേരിട്ടും ഈ പരാതികൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ഭീഷണി വന്നു അല്ലെന്നുണ്ടെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തിയാൽ അത് പേടിച്ചിട്ട് നമ്മളുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് നമ്മൾ പിന്മാറുകയോ പൈസ അതനുസരിച്ച് വ്യാജമായിട്ട് അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വീണ്ടും ലോൺ എടുത്ത് കൊടുക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തി അതൊരു പരിധിവരെ തട്ടിപ്പുകാർക്ക് വീണ്ടും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിത മാർക്കുകളിൽ കൂടെ മാത്രമേ അവർക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തിയോ നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ തീർച്ചയായും സൈബർ ക്രൈമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പനിക്കെതിരെ പരാതി കൊടുക്കാം. ഭീഷണിപ്പെടുത്തിയെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം. അപ്പോൾ ആ പരാതിയിലേക്ക് ആദ്യം മുതൽ തന്നെ പോവുകയാണ് എല്ലാവരും ചെയ്യേണ്ട. ആരും ഒരിക്കലും ഈ തരത്തിൽ ഭീഷണിയെ വഴങ്ങി ഈ ചതിക്കുഴിയിൽ ചെന്ന് വീഴാൻ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.